ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ കരുതി ഞങ്ങളുടെ ഇന്നത്തെ ഇവിടുത്തെ ഉച്ചയൂണിൽ എന്തൊക്കെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇതിനിവിടെ ചൊമ്പൻകോര പൊന്നാരൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് മീൻകറി വെക്കാമെന്ന് കരുതി. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ദാണ്ട കിടക്കുന്നു ചേച്ചി കുറേ തേടുമായിട്ട് വന്ന്. അങ്ങനെ ഇതൊക്കെ ഒരുവിധം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ തേടിലോട്ട് കിടന്നു. തേടിൻ്റെ കാര്യം അറിയാമല്ലോ, കുറച്ച് ക്ഷമ വേണം, ഇച്ചിരി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. അങ്ങനെ അതെല്ലാം ഒരുവിധം ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് അത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഇതുപോലെ ആക്കി വെച്ച്, പിന്നെ നമ്മൾ വറുക്കാനായിട്ടെടുത്ത് ചൊമ്പൻകോര അത് അരപ്പൊക്കെ പുരട്ടി ഇതും മാറ്റി വെച്ച്. അപ്പോഴത്തേക്കും ചീനിയുണ്ട്. അപ്പം കരുതി ചീനിയും കൂടെ അങ്ങ് കൂട്ടാൻ വെക്കാമെന്ന്. അങ്ങനെ ചേച്ചി ചീനിയൊക്കെ അരിയുന്നുണ്ട്. അങ്ങനെ ചീനി നമ്മളിത് കുക്കറിലങ്ങ് വേവിക്കാം. കുക്കറിലാകുമ്പോൾ 2 വിസിൽ മതിയല്ലോ, അപ്പോഴത്തേക്കും പറയുന്നതിന് മുമ്പ് അങ്ങ് വേവും. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ചീനി അങ്ങ് കുക്കറിലോട്ടാക്കി ഗ്യാസ് ഓൺ ചെയ്തങ്ങ് വെക്കും. ആ ഗ്യാപ്പിൽ നമ്മുടെ മീൻകറി വെട്ടി തിളച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ ഒഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അങ്ങനെ മോരും കാച്ചി. നമ്മളെപ്പം മീൻ വറുത്താലും തിരിച്ചിടുമ്പോഴെങ്കിലും അങ്ങ് ഇളവി വരത്തില്ല. അങ്ങനെ അമ്മയുടെ ഐഡിയ, എണ്ണയിൽ ഇച്ചിരി ഉലുവയും കറിവേപ്പിലയും ഇട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം മീനിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചിടാൻ എളുപ്പമാണ്. സംഭവം സത്യമാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചീനിയൊക്കെ വെന്ത അരപ്പൊക്കെ ഇട്ട് ഉപ്പുമൊക്കെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുഴച്ച് ഇങ്ങനാക്കി വെച്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൂട്ടാനെന്ന് പറയുന്നത്. ചോറുണ്ട്, അതുപോലെ തന്നെ നല്ല കുഴഞ്ഞ് ഇരിക്കുന്ന ചീനി, അതിലൂടെ നല്ല ചൂടുള്ള തേട് കറിയൊക്കെ ഒഴിച്ച് നല്ല മുരുമുരാന്നിരിക്കുന്ന വറുത്ത മീനും അതിലോട്ട് ഇച്ചിരി മോരൊക്കെ ഒഴിച്ച് നല്ല രീതി അടിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.